നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനാവുന്നു, ഇതാ മടങ്ങി വരവിന്റെ തൊട്ടരികിൽ എന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതാണ്. ആരാധകർക്ക് അതൊരു ആശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തന്നെ വീണ്ടും വരുന്നു. നെയ്മർ ജൂനിയർ മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് ഫെയിലായി. ഒരു പക്ഷേ 2024 ഇനി അൽ ഹിലാലിന് വേണ്ടി കളിച്ചേക്കില്ല. സെപ്റ്റംബർ 25 വീണ്ടും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതിലറിയാം ഫൈനൽ വിവരങ്ങൾ എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അപ്പോഴും ആരാധകർ ആഗ്രഹിച്ചത് ബ്രസീലിന് വേണ്ടി അടുത്ത മാസത്തെ മത്സരങ്ങളിലെങ്കിലും നെയ്മറെ കാണാൻ പറ്റും എന്നുള്ളതായിരുന്നു ആരാധകരുടെ ആഗ്രഹം. പക്ഷെ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. CBF വളരെ ക്ലോസ് ആയിട്ട് നെയ്മർ ജൂനിയറുടെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് അടുത്ത മാസത്തെ മത്സരങ്ങൾക്ക് നെയ്മർ ഉണ്ടാവില്ല, സാധ്യതയില്ല എന്ന് തന്നെയാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ 2025 വരെ നെയ്മറുടെ മടങ്ങി വരവിനായിട്ട് വെയിറ്റ് ചെയ്യാനും CBF തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. ബ്രൂണോ കസോച്ചി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിലവർ കൃത്യമായിട്ട് പറയുന്നു, നെയ്മർ ജൂനിയർ ഒക്ടോബറിൽ മടങ്ങിയെത്തില്ല എന്ന് തന്നെയാണ് ബ്രസീലിയൻ ടീം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നെയ്മറുടെ കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ റൗണ്ട് ഓഫ് ക്വാളിഫയേഴ്സിന് ബ്രസീൽ ചിലിയെയും പെറുവിനെയും നേരിടുന്ന മത്സരങ്ങൾക്ക് നെയ്മർ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഇനി നോക്കുക, പ്രതീക്ഷിക്കുന്നത് നെയ്മർ നവംബർ മാസത്തിലെ മത്സരങ്ങൾക്ക് തിരികെ എത്തുമെന്നാണ്. നവംബർ മാസത്തിൽ വെനിസ്വേലയ്ക്കെതിരെയും ഉറുഗ്വായ്ക്കെതിരെയുമാണ് ബ്രസീലിന് കളിക്കാനുള്ളത്. എന്തായാലും ഇനി അതും സാധ്യമല്ലെങ്കിൽ 2025 നെയ്മറുടെ മടങ്ങി വരവിന് പോലും ബ്രസീൽ പ്രിപ്പയർഡാണ് എന്ന് പറഞ്ഞാൽ അടുത്ത 2 മാസത്തെ മത്സരങ്ങൾക്ക് നെയ്മർ മിസ്സായാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് CBF മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ നവംബർ മാസത്തേക്ക് നെയ്മർ എത്തിയാൽ സന്തോഷം. അതാണ് ഇപ്പോൾ CBFിന്റെ നിലപാട് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിലുള്ളത്. പിന്നെ CBFിന്റെ ടെക്നിക്കൽ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 2 സോഴ്സുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഡോക്ടർ റോഡ്രിഗോ ലാസ്മറിൽ നിന്ന്, അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിന്റെയും അത്ലറ്റിക്കോ MGയുടെയും ഡോക്ടറാണ്. അദ്ദേഹമാണ് നെയ്മർ ജൂനിയറുടെ സർജറി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള റാഫേൽ മാർട്ടീനി, അദ്ദേഹമാണ് ഈ ഒരു നെയ്മറുടെ കാര്യത്തിൽ അദ്ദേഹം സാന്റോസിലുണ്ടായിരുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നുള്ള വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നെയ്മർ ജൂനിയറുടെ കാര്യങ്ങളിൽ ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. നെയ്മർ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ബോളുമായിട്ടുള്ള ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ടീമിനോടൊപ്പം അദ്ദേഹം ഇപ്പോഴും ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കൂടുതൽ സ്ട്രെങ്തൻ ആൻഡ് ബാലൻസിങ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഇനിയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ അടുത്ത മാസത്തെ മത്സരങ്ങൾക്കും നെയ്മർ ഉണ്ടാവില്ല, ആ പ്രതീക്ഷ വേണ്ട. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.